പേപ്പർ കാണിച്ച് മാർക്കാണോ? ആ അയ്യോ ഇതെങ്ങനെ ഒപ്പിച്ചടാ നീ 75-3 കോപ്പി അടിച്ചോ? എടാ ഞാൻ കോപ്പി അടിക്കാം. ഞാൻ കെമിസ്ട്രിയുടെ കൊണ്ടുവരുമ്പോ അന്ന് ബയോളജിയുടെ കൊണ്ടുവരുമ്പോ അത് കണക്ക്. എന്തിനാ വെറുതെ വെട്ടിക്കളയുന്നത്? നിന്റെ വീട് പണി എന്തോ മോനെ? വാർപ്പ് കഴിഞ്ഞ് ഇനി തറ കെട്ടിയാ മതി സാറേ. വാർപ്പ് കഴിഞ്ഞു. നമുക്ക് അടുക്കളയുണ്ട്, അതിന് കെട്ടുന്ന മേച്ചിരിയെ വിളിക്കുന്ന പേരാ തറ. ആ ശരി ശരി, അവിടെ ഉണ്ടായിരിക്കും. ഇന്നത്തെ വിഷയം ഞാൻ അതങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങുമായിരുന്നു. എന്തുവായിരുന്നു പറഞ്ഞ ടീച്ചറും സാറും കൂടെ എന്തോ വിഷയമായിരുന്നു? എവിടെ കേട്ടെന്നറിയാവോ? അഖിലേ മോനെ പോയിട്ട് ആ സ്റ്റാഫ് റൂമിന്റെ അവിടെ ആ വലത് സൈഡിൽ ഒരു തടിയലമാരി ഇരിപ്പുണ്ട്. കൊടുക്കാനാണോ? അതിന് മണ്ടക്കിൽ ചൂടിരിപ്പുണ്ട്. പോയിട്ടുണ്ട്. മലയാള മാസങ്ങൾ എന്ന് പറഞ്ഞേ. പാസ്. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ചിങ്ങം, കന്നി, തുലാം, ആയില്യം. ആയില്ലയോ? ആയില്യോന്നാ ചോദിച്ചാ സാറേ. എടാ 12 മാസങ്ങൾ വേണ്ടേ? എല്ലാം കൂടെ 12 കിട്ടിയാ പോരെ? എന്റെ കയ്യിൽ നിന്ന് കിട്ടും കേട്ടോ. ഞാൻ കൂടെ 12 കിട്ടിയാൽ മതിയൊന്ന്. നീ പറയാടാ. സത്യം പറഞ്ഞ നിങ്ങളെ കൊണ്ട് എനിക്ക് അങ്ങ് തലവേദന. സാർ ഒന്ന് റെസ്റ്റ് എടുത്തു 2 മിനിറ്റ്. ഹിന്ദിയിൽ പേര് എങ്ങനെ ചോദിക്കും? ക്യാ എന്ന് പറഞ്ഞാൽ എന്ത്? പേരെന്ത് എന്തെന്ന് എങ്ങനെ ചോദിക്കും? പേര് ക്യാ അല്ല, പാവയ്ക്ക. ഹിന്ദി പോയം പഠിച്ചോണ്ട് വന്നിട്ടുണ്ടോ? പോയോ? ആ പാസ്. ഇത് ഞാൻ നിന്റെ പേര് കേസ് കൊടുക്കും. അഖിലേ അഖിലേ എന്നോടോ? എഴുന്നേറ്റെ. ആ 4 പട്ടിയെന്ന് ഇല്ലേ? ഒരു 4 4 ഒരു 4 4 24 24 4 കിടന്നാലും 4 4 4. എടാ 24 8 4 8. ആ 6നെ 2ആയി ഭാഗിച്ചാൽ എന്ത് കിട്ടും? 6നെ 2ആയി ഭാഗിച്ചാൽ വെടിക്കെട്ട് 2 ഡാം ഉണ്ടാക്കാം. എന്തിനു പഠിക്കാൻ വരുവാടാ നീ? താജ്മഹൽ പണി കഴിപ്പിച്ചത് ആർക്കു വേണ്ടി? മുന്താസ്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് പിന്താസ്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഷാജഹാൻ. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എവിടെ? അടുക്കള ഭാഗത്താ. അടുക്കള ഭാഗത്തോ? അവിടെ ഷീറ്റ് ഇട്ടിട്ടില്ല സാറേ. കൂടുതൽ അവിടെ കിട്ടുന്നത്. ഇവിടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എവിടെ? കേരളത്തിലല്ലേ എന്റെ വീട് ഇരിക്കുന്നേ. ഇനി അഥവാ ഞാൻ ഇനി പോയി എവിടെ ഇത് ലഭിക്കുന്നത് നോക്കാം. അമ്മ മഴയെ തുറക്കുവോ? ഇറക്കി വിടുവോ? എങ്ങനെ കണ്ടുപിടിക്കും? ഇറങ്ങി വാടാ. കാരണം ഞാൻ എപ്പോഴും ഞാൻ അങ്ങോട്ട് വരുമല്ലയോ. ഒരു പ്രാവശ്യം സാർ ഇങ്ങോട്ട് പോയി. എന്തായാലും നല്ലതിനല്ല. ഞാൻ ആവശ്യക്കാരനായി പോയില്ലേ. ഞാൻ അങ്ങോട്ട് വരാം. കേരളത്തിലേക്ക് മഴ ലഭിക്കുന്നത് എടാ നിങ്ങളെ വഴക്ക് പറയുന്നതും അടിക്കുന്നതൊക്കെ നിങ്ങൾ നന്നാകാൻ വേണ്ടിയാണ്. ഞാൻ പഠിപ്പിച്ചിട്ടുള്ള എന്റെ കുട്ടികളെല്ലാം ഡോക്ടർമാര്, അഡ്വക്കേറ്റ്, ജില്ലാ കളക്ടർ വരെ ആയിട്ടുണ്ട്. എന്നിട്ടും സാർ ഇവിടെ തന്നെ കിടക്കും.